ട്രംപിന് നേരെ വടിയെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുവ എതിരാളിയേക്കാൾ കുറയ്ക്കണം, ഇടയ്ക്കിടെ കൂട്ടാൻ വരരുത് എന്നും. ഇതോടുകൂടി തീരുവ വിഷയത്തിൽ യുഎസിനോട് സ്വരം ഘടിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. അന്തിമഘട്ടത്തിൽ ഇന്ത്യ യുഎസ് വ്യാപാര കരാർ എത്തുകയും അമേരിക്കയ്ക്ക് മുന്നിൽ കടുത്ത നിബന്ധനകൾ വെച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നിർണായക വ്യാപാര കരാർ ചർച്ച അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോഴായിരുന്നു സ്വന്തം സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇത്തരത്തിൽ ഒരു ശക്തമായ നിലപാട് ഇന്ത്യ ഇവിടെ സ്വീകരിക്കുന്നത്. നിലവിൽ ഇന്ത്യക്ക് ബാധകമായ 10% ഏകീകൃത തീരുവയുടെ കാലാവധി അവസാനിക്കാനിരിക്കെ തന്നെ ഏഷ്യയിലെ മറ്റു മത്സര രാജ്യങ്ങളെക്കാൾ കുറഞ്ഞ തീരുവ ഇന്ത്യക്ക് അനുവദിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഇവിടെ ഇന്ത്യ ആകട്ടെ അമേരിക്കയ്ക്ക് മുന്നിൽ ശക്തമായി തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. കയറ്റുമതി രംഗത്ത് കൂടുതൽ മത്സരക്ഷമത നേടുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷം വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ്ടും തീരുവ വർദ്ധിപ്പിക്കരുതെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യാപാര സ്ഥിരത ഉറപ്പാക്കാൻ ഈ ഉറപ്പ് നിർണായകമാണ് എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന ചർച്ചയിൽ അമേരിക്കൻ വ്യാപാര പ്രതിനിധിയും കേന്ദ്ര വാണിജ്യ മന്ത്രിയും പങ്കെടുക്കുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കരാറിന്റെ ആദ്യഘട്ടത്തിന് അന്തിമ രൂപം നൽകുമെന്നതാണ് സൂചന. എന്നാൽ കരാറിലൂടെ തന്നെ ഇന്ത്യക്ക് യഥാർത്ഥ സാമ്പത്തിക നേട്ടം ഉണ്ടാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇതിനോടകം തന്നെ താരതമ്യേന കുറഞ്ഞ തീരുവയ്ക്കുള്ള സാഹചര്യത്തിൽ പുതിയ ഇളവുകൾ എത്രത്തോളം ഗുണകരമാകുമെന്ന കാര്യത്തിൽ വിദഗ്ധർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതേസമയം ഊർജം, സാങ്കേതിക വിദ്യ, കൽക്കരി തുടങ്ങിയ മേഖലകളിൽ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇതോടുകൂടി തന്നെ വ്യാപാര കരാർ വെറും ഒരു തീരുവ ചർച്ചയിൽ മറികടന്നുകൊണ്ട് ഇന്ത്യ അമേരിക്ക സാമ്പത്തിക ബന്ധങ്ങളുടെ ഭാവി ദിശ നിർണ്ണയിക്കുന്ന പ്രധാന കരാറായി തന്നെ മാറുകയാണ്. അതോടൊപ്പം തന്നെ ഇനി ഇന്ത്യക്ക് പ്രതീക്ഷിക്കാനാവില്ല എന്നും. അതേസമയം യുഎസിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്നതിന് പുറമെ തന്നെ ഊർജം, ടെക്നോളജി, കൽക്കരി തുടങ്ങിയ മേഖലകളിൽ ഏകദേശം 50,000 കോടി ഡോളറിന്റെ അതായത് 45.5 ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്ന ഉറപ്പുകൂടി ഇന്ത്യ യുഎസിന് നൽകിയിട്ടുണ്ട് എന്നതും. പകരം തീരുവ റദ്ദാക്കിയതിന് പിന്നാലെ തന്നെ 10% എന്ന താൽക്കാലിക തീരുവ നിലവിൽ യുഎസ് ഇവിടെ ചുമത്തിയിട്ടുമുണ്ട്. ഇതിന്റെ കാലാവധി ജൂലൈ 24 അവസാനിക്കുകയുമാണ്. അതുപോലെ ഇത് തീരുമ്പോഴേക്കും ബദലായി തന്നെ പുതിയ തീരുവകൾ ചുമത്താനുള്ള യുഎസിന്റെ നീക്കമായിട്ടാണ് ഇവിടെ യുഎസിലെ വ്യാപാര നിയമത്തിലെ 301 വകുപ്പ് അനുസരിച്ചുകൊണ്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതാണ് ഇവിടെ അന്വേഷണങ്ങളിൽ തെളിഞ്ഞിരിക്കുന്നത്. വ്യാപാര ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നതിനിടെ തന്നെ ഇതിന് ഇന്ത്യ അടക്കം 54 രാജ്യങ്ങൾക്കെതിരെ 12.5% തീരുവ ചുമത്തുമെന്നും യുഎസ് ഭീഷണി ഉയർത്തിയെന്നതാണ് ഇന്ത്യ സമ്മർദ്ദത്തിലാക്കിയതെന്നും വിലയിരുത്തൽ പോലും പുറത്തു വരുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് നിർബന്ധിത തൊഴിലാളികളുടെ കൃത്യമായി തന്നെയുള്ള ചിലവ് കുറച്ചുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് അത് തടയാൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ നടപടി എടുത്തിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഭീഷണികൾ മുഴക്കുകയാണ്. യുഎസ് ഉൽപാദന മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്ന വ്യാപാര രീതികൾക്കെതിരെ 301 വകുപ്പ് പ്രകാരം മറ്റൊരു അന്വേഷണവും അവിടെ സമാന്തരമായി തന്നെ നടക്കുന്നുണ്ട്. അതിന്റെ റിപ്പോർട്ടും ഉടനെ തന്നെ വരുമെന്നും ഈ 2 തീരുവകളിലും ഇളവ് നൽകാമെന്ന വാഗ്ദാനം ഇവിടെ പറഞ്ഞതായി തന്നെയാണ് യുഎസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.